നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്ന ഡംകി എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. അത് നമുക്ക് ഇൻഡോറായിട്ടും വെക്കാം, ഔട്ട്ഡോറായിട്ടും വെക്കാം. പക്ഷേ ഔട്ട്ഡോറായിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരുപാട് സൂര്യപ്രകാശം പറ്റില്ല. അതുകൊണ്ട് പറ്റുന്നതും ഷെയ്ഡ് ഏരിയാസിൽ വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മളത് പോട്ട് ചെയ്യുന്നതിൻ്റെ രീതിയാണ്. ഡ്രെയിനേജിന് വേണ്ടി അത്യാവശ്യം നല്ല ഇഷ്ടിക പൊട്ടുകളോ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ഓടിൻ്റെ പൊട്ടുകളോ അതൊക്കെ ആഡ് ചെയ്ത് ഡ്രെയിനേജ് ഹോൾസ് അടയാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള കരിയിലകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മണ്ണ് നമ്മൾ ഓൾറെഡി വളവും അതുപോലെ തന്നെ ചകിരിച്ചോറും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്ന മണ്ണാണ്. അപ്പോൾ അത് നമ്മൾ ഇതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ചട്ടിയുടെ കംപ്ലീറ്റ് മണ്ണ് നിറയ്ക്കരുത്. ഏതാണ്ടൊന്ന് നിറച്ചതിന് ശേഷം നമ്മൾ ചെടി അതിലേക്ക് നടുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ട പ്ലാന്റ് കട്ടിങ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയൊരു ചെടിയാണ്. അത് ഒറ്റ സ്റ്റെമ്മായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിങ്ങനെ ഭയങ്കരമായിട്ട് ഹൈറ്റിൽ പോയി. അപ്പോൾ അതിന് കുഞ്ഞു കുഞ്ഞു ചെടികളൊന്നും ബ്രാഞ്ചായിട്ട് വന്നില്ല. സോ നമ്മൾ ആ ഒരു നോഡിൻ്റെ ഏതെങ്കിലും 1-2 നോഡിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നോഡിൽ നിന്ന് വീണ്ടും അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പുതിയ ചെടികൾ വരും. അത് കുറച്ചുകൂടി ബുഷിയായിട്ട് വളരും. ഒരിക്കലും ആ ചെടി കേടൊന്നും പോണില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ ഫംഗിസൈഡ് തേച്ച് കൊടുക്കണം. ഞാനിവിടെ പൊതുവേ യൂസ് ചെയ്യാറ് സാഫ് എന്ന് പറഞ്ഞാൽ ഫംഗിസൈഡാണ്. പക്ഷേ നമ്മുടെ സാഫ് ഇപ്പോൾ തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മണ്ണിലേക്ക് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തും അതേപോലെ തന്നെ നമ്മൾ ഏത് ചെടിയിൽ നിന്നാണോ കട്ട് ചെയ്തെടുത്തത് ആ ചെടിയുടെ ഭാഗത്തും ആ ഫംഗിസൈഡ് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ഫംഗസിൽ നിന്ന് നമുക്ക് ഈ പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് നമ്മൾ മണ്ണിലേക്ക് ആ ചട്ടിയിലേക്ക് കുഴിച്ചിട്ടതിന് ശേഷം മേൽമണ്ണ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റായി.